നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചപ്പോൾ 869 പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. ആകെ 40,008 കോവിഡ് ബാധിതരാണ് രാജ്യത്താകെ ചികിത്സയിലുള്ളത്. ഇതിൽ ഗുരുതര നിലയിലുള്ളവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4,474 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിലെ രോഗികളിൽ 4,445 പേർ സുഖം പ്രാപിച്ചു. ചികിത്സയിലുള്ളവർ 2 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 6,70,471. രോഗമുക്തരുടെ എണ്ണം 6,26,532 ആകെ മരണസംഖ്യ 8,929. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.75%, മരണനിരക്ക് 1.32%. കുവൈറ്റിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വീണ്ടും വർധന രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച 6,913 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,00,000 കഴിഞ്ഞു. 19.3% രോഗസ്ഥിരീകരണമാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 2 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ 88 പേരും കോവിഡ് വാർഡുകളിൽ 414 പേരും ചികിത്സയിലാണുള്ളത്. 5,674 പേർക്ക് കോവിഡ് മുക്തി ലഭിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിദിന കേസുകളിൽ റെക്കോർഡ് വർധനയുണ്ടെങ്കിലും വൈറസിന്റെ പ്രത്യാഘാതം കുറവാണ്. ആരാധകരെ ആവേശ കൊടുമുടിയിലേക്ക് ഉയർത്തി ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ദുബായ് എക്സ്പോ വേദിയിലെത്തി. പ്രിയതാരം എത്തുമെന്നറിഞ്ഞ് ദുബായ് എക്സ്പോ വേദിയിൽ അൽവാസൽ പ്ലാസയ്ക്ക് ചുറ്റും മണിക്കൂറുകൾക്ക് മുമ്പേ സ്ഥാനം പിടിച്ച ആയിരങ്ങൾക്ക് മുന്നിലേക്ക് നാടകീയമായി ക്രിസ്ത്യാനോ റൊണാൾഡോ കടന്നുവരികയായിരുന്നു. കരഘോഷങ്ങളോടെ ആരാധകർ താരത്തെ വരവേറ്റു. സെൽഫി എടുക്കുകയും ഓട്ടോഗ്രാഫ് നൽകുകയും അവരെ ആവേശ കൊടുമുടിയിലേക്ക് ഉയർത്തി. 192 രാജ്യങ്ങൾ സമ്മേളിക്കുന്ന എക്സ്പോയും ദുബായും എക്കാലവും വിസ്മയമാണെന്നും താൻ എല്ലാ വർഷവും എത്തുന്ന നഗരമാണെന്നും റൊണാൾഡോ പറഞ്ഞു. 61ാമത് മെഹസൂസ് നറുക്കെടുപ്പിലെ റാഫേൽ ഡ്രോയിൽ 1,00,000 ദിർഹത്തിന്റെ സമ്മാനത്തിന് അർഹരാവുക വഴി ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് കഠിനാധ്വാനികളായ 3 അച്ഛന്മാർ. നിമിഷനേരം കൊണ്ട് ജീവിതം തന്നെ മാറിമറിഞ്ഞ ഭാഗ്യം കൈവന്നത് മൂവരുടെയും ഫോണിലൂടെ അറിയിച്ചത് സ്വന്തം സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന വില്ലി ഡിന്നർ കഴിക്കുന്നതിനിടയിലായിരുന്നു 1,00,000 ദിർഹത്തിന് സമ്മാനം ലഭിച്ച വിവരം അറിഞ്ഞത്. സന്തോഷം അടക്കാനാകാതെ അടുക്കളയിൽ തുള്ളിച്ചാടിയ അദ്ദേഹം ഏറ്റവും കൃത്യമായ സമയത്താണ് ഈ ഭാഗ്യം കൈവന്നതെന്നായിരുന്നു പ്രതികരിച്ചത്. കഴിഞ്ഞ ജൂലൈയിൽ ജോലി നഷ്ടമായ ഈ 57-കാരൻ തന്റെ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനും ഫിലിപ്പീൻസിലുള്ള തന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ കണ്ടെത്താനും കഷ്ടപ്പെടുകയായിരുന്നു. വിപണിയിലെത്തുന്ന മാംസാഹാര സാധനങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. 2019 മുതൽ സൗദി ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് ഭേദഗതി. ഇറക്കുമതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മാംസവുമായി ബന്ധപ്പെട്ട എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ഹലാൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ജൂലൈ 1 മുതൽ നിയമം കർശനമായി പ്രാബല്യത്തിലാകും. ഹലാൽ വ്യക്തമാക്കുന്ന ലോഗോയോ അടയാളങ്ങളോ സർട്ടിഫിക്കേഷനായി പരിഗണിക്കില്ല. പകരം അംഗീകൃത ഹലാൽ ഏജൻസികളുടെ സർട്ടിഫിക്കറ്റുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായിരിക്കും രാജ്യത്ത് അനുമതി നൽകുക. യുഎഇയിലെ മലയാളികളായ കോവിഡ് മുന്നണി പോരാളി കോവിഡിൽ നിന്ന് മുക്തി നേടി. 6 മാസത്തോളമാണ് അരുൺകുമാർ എം നായർ കോവിഡ് രോഗത്തോട് പോരാടിയത്. 38-കാരനായ ഇദ്ദേഹത്തിന്റെ ശ്വാസകോശത്തെ കോവിഡ് സാരമായി ബാധിച്ചിരുന്നു. അബോധാവസ്ഥയിലായിരുന്നു ഇദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞത്. എന്നാൽ 6 മാസത്തിനു ശേഷം ഇന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. മഹാമാരിയുടെ കൊടുംപിടിയിൽ നിന്ന് അരവർഷം പിന്നിട്ട് അത്ഭുതകരമായി ഇദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുഎഇയിലെ മലയാളിയായ കോവിഡ് മുന്നണി പോരാളിയാണ് ഇദ്ദേഹം. യുഎഇയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത്തിഹാദ് റെയിൽ കുതിപ്പേക്കുമെന്ന് സിഇഒ ഷാദി മാലിക് അറിയിച്ചു. കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തിഹാദ് റെയിൽ വിവിധ എമിറേറ്റുകളിലെ പ്രധാന മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഗൾഫ് മേഖലയുടെ യാത്രാശൈലി തന്നെ മാറിയേക്കും. അതേസമയം പദ്ധതി പ്രകാരം സൗദി റെയിൽ ശൃംഖലയുമായി ഇതിനെ ബന്ധിപ്പിക്കുക, യാത്ര മെച്ചപ്പെടുത്തുക എന്നതാണ് മറ്റൊരു സുപ്രധാന ലക്ഷ്യം. അബുദാബിയുടെ പടിഞ്ഞാറൻ മേഖലയുടെ സില മുതൽ വടക്കൻ എമിറേറ്റുകളിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ രാജ്യാന്തര സന്ദർശകർക്കും യാത്രകൾ എളുപ്പമാക്കുകയാണ്. ഇക്കാര്യം ദുബായ് ഇന്റർനാഷണൽ പ്രൊജക്ട് മാനേജ്മെന്റ് ഫോറത്തിൽ പരാമർശിക്കപ്പെടുന്നു. യാത്രാ ചരക്കു നീക്ക മേഖലകളിൽ വൻ മാറ്റത്തിന് പദ്ധതി വഴിയൊരുക്കുകയാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ തിരശ്ശീല വീഴാൻ ഇനി 3 നാളുകൾ കൂടി. കൈനിറിയ സമ്മാനങ്ങൾ നൽകിയാണ് ഇത്തവണയും ഷോപ്പിംഗ് മേള കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ദുബായ് ഷോപ്പിംഗ് മേളയിൽ നറുക്കെടുപ്പുകളിൽ മലയാളികളുടെ ജൈത്രയാത്ര തുടരുകയാണ്. ദുബായ്
ദുബായിൽ പ്രവാസിയായ തൃശൂർ സ്വദേശി ഷിജോ ജോയാണ് ആഡംബര കാറും പണവും സമ്മാനമായി സ്വന്തമാക്കിയത്. ഇൻഫിനിറ്റി QX80 കാറും $1,00,000 ഷിജോ ജോയ് സ്വന്തമാക്കിയത്. 2021 അഴിമതി വിരുദ്ധ സൂചികയിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ 63 പോയിന്റ് നേടി ഖത്തർ 2ാം സ്ഥാനത്തെത്തി. പട്ടികയിലെ 180 രാജ്യങ്ങളിൽ 31ാം സ്ഥാനമാണ് ഖത്തറിന് ലഭിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വേൾഡ് എക്കണോമിക് ഫോറം, ബെറ്റ്സൽമാൻ ഫൗണ്ടേഷൻ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര ഓർഗനൈസേഷനുകൾ പുറത്തുവിട്ട നിരവധി റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തൽ. 180 രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് അതാത് പ്രദേശങ്ങളിലെ പൊതുമേഖലയിലെ അഴിമതിയുടെ അളവ് അനുസരിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. വിദഗ്ധരുടെയും ബിസിനസ് രംഗത്തെ പ്രമുഖരുടെയും മേൽനോട്ടത്തിൽ 0 മുതൽ 100 വരെയുള്ള പോയിന്റുകൾ അടങ്ങിയ സ്കെയിൽ ഉപയോഗിച്ചാണ് പട്ടിക തയ്യാറാക്കുന്നത്. അഴിമതിയുടെ അളവനുസരിച്ചാണ് പോയിന്റുകൾ കണക്കാക്കുന്നത്. 0 പോയിന്റിന് ലഭിച്ച രാജ്യത്ത് അഴിമതി ഏറ്റവും കൂടുതലും 100 പോയിന്റുകൾ ലഭിച്ച പ്രദേശം പൂർണ്ണ അഴിമതി മുക്തവുമായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.